നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു, 29 പേർക്ക് പരിക്ക്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് സൗദി അറേബ്യയിലെ അബഹയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട് 20 പേർ മരിച്ചു, 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. റിയാദിൽ നിന്ന് 1000ഓളം കിലോമീറ്റർ അകലെ മഹായിൽ സിറ്റിക്കടുത്ത് വെച്ചാണ് ഇന്ന് വൈകിട്ട് 4:30 അപകടം നടന്നത്. ഖമീസ് മുഷൈദിൽ നിന്ന് ഉംറയ്ക്ക് പുറപ്പെട്ട 47 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ ഇന്ത്യക്കാരാണ്. മുഹമ്മദ് ബിലാൽ, റാസ ഖാൻ എന്നിവരാണ് അവർ. 2 ആശുപത്രികളിലായി കഴിയുന്ന ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇരുവരും ഏത് സംസ്ഥാനത്തിൽ ഉള്ളവരാണെന്ന് വ്യക്തമായിട്ടില്ല. ബസ്സിന് തീപിടിച്ചതാണ് അപകട കാരണം എന്നാണ് സൂചന. ബസ് പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ്. വാഹനത്തിൽ തീ ആളിപ്പടരുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അഗ്നിബാധയുടെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. മഹായിലിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ ഷാർ ചുരത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പാലത്തിൽ ഇടിച്ചു മറിഞ്ഞ് കത്തുകയായിരുന്നു എന്ന് പറയുന്നു. ഏഷ്യക്കാർ നടത്തുന്ന ഉംറ ഗ്രൂപ്പിന് കീഴിൽ തീർത്ഥാടനത്തിന് പുറപ്പെട്ടവരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. പരിക്കേറ്റവരെ മഹായിലെ ജനറൽ ആശുപത്രി, അബഹയിലെ അസീർ ആശുപത്രി, അബഹ പ്രൈവറ്റ് ആശുപത്രി, സൗദി ജർമ്മൻ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 18 പേരിൽ 16 പേരുടെയും നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. യാത്രക്കാരിൽ മലയാളികൾ ഇല്ലെന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ പറയുന്നത്. ഉംറ നിർവഹിക്കുന്നതിനായി നിരവധി പേരാണ് ബുക്ക് ചെയ്യുന്നത്. ഇതോടെ സൗദിയിൽ സന്ദർശകരുടെ തിരക്ക് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ സൗദി സർക്കാർ പുറപ്പെടുവിപ്പിച്ച ഉത്തരവ് വിശുദ്ധ റമദാനിൽ ഉംറ കർമ്മം നിർവഹിക്കാൻ സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടവർക്ക് കടുത്ത നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മാസം ഒരാൾ ഒരു ഉംറ നിർവഹിച്ചാൽ മതി എന്ന സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഉംറ നിർവഹിക്കാൻ എത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയന്ത്രണം. ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ ഉംറ നിർവഹിക്കുന്നത് മറ്റു വിശ്വാസികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതി പരിഹരിക്കാനാണ് ഇത്. സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. റമദാനിലെ പുണ്യം പ്രതീക്ഷിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഉംറയ്ക്കായി മക്കയിൽ എത്തുന്നുണ്ട്. ജനബാഹുല്യം നിയന്ത്രിക്കാനാണ് പുതിയ തീരുമാനം മന്ത്രാലയം കൈക്കൊണ്ടത്. ഒരാളെ തുടർച്ചയായി ഉംറ ചെയ്യാൻ റംദാനിൽ അനുവദിക്കില്ല. ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഉംറയ്ക്ക് വേണ്ടി അനുമതി ലഭിക്കാൻ നുസുക്ക് അല്ലെങ്കിൽ തവക്കൽന ആപ്പ് ഉപയോഗിക്കാം. അനുവദിച്ചു തരുന്ന തീയതിയിലും സമയത്തും തന്നെ ഉംറ നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലഭ്യമായ സമയം മാറ്റണമെങ്കിൽ അവർക്ക് ലഭിച്ച അനുമതി റദ്ദ് ചെയ്യുകയും പുതിയ അപേക്ഷ സമർപ്പിക്കുകയും വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു. റദ്ദാക്കിയില്ലെങ്കിൽ ഉംറ നിർവഹിച്ചതായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരവസരം കിട്ടിയെന്നും വരില്ല. ഉംറ നിർവഹിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണവും അടുത്തിടെയാണ് സൗദി അറേബ്യ എടുത്തുമാറ്റിയത്. എത്ര ഉംറ വേണമെങ്കിലും നിർവഹിക്കാമെന്ന് അറിയിച്ചിരുന്നു മുൻപ്. ഇതുപ്രകാരം ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മക്കയിലേക്ക് എത്തിയിട്ടുള്ളത്. പലരും യാത്രയ്ക്കുള്ള ഒരുക്കത്തിലുമാണ്. റമദാനിലെ അവസാന ദിനരാത്രങ്ങളിൽ കൂടുതൽ വിശ്വാസികൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ കാര്യങ്ങൾ കൈവിടുമെന്ന് അധികൃതർക്ക് ആശങ്കയുണ്ടായ സാഹചര്യത്തിലാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വിസിറ്റ്, ടൂറിസ്റ്റ്, വർക്ക് തുടങ്ങി ഏത് വിസയിൽ സൗദിയിലെത്തുന്നവർക്കും ഉംറ നിർവഹിക്കാൻ തടസ്സമുണ്ടാകില്ലെന്ന് സൗദി അറിയിച്ചിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തുമാറ്റിയാണ് എത്ര ഉംറയും നിർവഹിക്കാമെന്ന് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ റമദാനിൽ പുതിയ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ്. ഉംറയ്ക്ക് വേണ്ടി സൗദിയിലേക്ക് പോയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാണ് പുതിയ തീരുമാനം. കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബസ്സിന് തീപിടിച്ച് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ബസ് പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.